ഹലോ മക്കളെ, അപ്പോൾ എൻ്റെ കുട്ടികളെല്ലാവരും നിങ്ങളുടെ +1 എക്സാമിൻ്റെ ലാസ്റ്റ് ഫേസിലേക്ക് എത്തി നിൽക്കുകയാണ്. അപ്പോൾ ഇതിൽ കുറച്ച് പേരെങ്കിലും ഇപ്പോൾ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ടാകും, അല്ലേ, തുടക്കം മുതൽ പഠിച്ചിരുന്നെങ്കിൽ ഞാനിപ്പോൾ ഇങ്ങനെ കിടന്ന് കഷ്ടപ്പെടില്ലായിരുന്നു, എല്ലാ ചാപ്റ്റേഴ്സും പഠിക്കാൻ നോക്കിയിട്ടും എനിക്ക് ഇങ്ങനെ ഓർമ്മ കിട്ടുന്നില്ല, അല്ല അത് ഞാൻ ചെയ്തിട്ടുള്ളൊരു മിസ്റ്റേക്ക് ആയിരുന്നു എന്ന് ചിന്തിക്കുന്ന കുറച്ച് മക്കളെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. പക്ഷെ നമ്മൾ കഴിഞ്ഞ കാര്യത്തിനെ കുറിച്ച് ആലോചിച്ചിട്ട് നമ്മൾ കുറേ വിഷമിച്ചിട്ടോ ടെൻഷൻ അടിച്ചിട്ടോ കാര്യമില്ല. ഇനി നമുക്ക് നെക്സ്റ്റ് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ഇനിയിപ്പം നെക്സ്റ്റ് ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് നിങ്ങൾ ഇനിയിപ്പം റിസൾട്ട് വെയിറ്റ് ചെയ്യുക, നിങ്ങൾ ഏത് കോഴ്സ് സെലക്ട് ചെയ്യണം, അങ്ങനെ നിങ്ങൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ നേരിട്ട് എന്തായാലും +2ലേക്കാണ്. അപ്പോൾ +2ലേക്ക് എൻ്റെ മക്കൾ വരുമ്പം നമുക്കിപ്പം ഇവിടെ സംഭവിച്ചിട്ടുള്ള ഈ +1 സംഭവിച്ചിട്ടുള്ള ഒരു മിസ്റ്റേക്ക് നമുക്ക് തിരുത്താനുള്ള ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് +2 സ്റ്റാർട്ടിങ് മുതലേ പഠിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും പഠിക്കാം, എവിടെ നിന്ന് വേണമെങ്കിലും പഠിക്കാം, ഒരു കുഴപ്പമില്ല. പക്ഷേ നമ്മളുടെ എക്സാമിനറുടെ കൂടെയാണ് നിങ്ങൾ പഠിക്കുന്നതെങ്കിൽ നിങ്ങൾക്കുള്ള ഏറ്റവും ഗ്യാരണ്ടീഡ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ നമുക്ക് തരാൻ പറ്റുന്നത് നമ്മളുടെ എക്സാമിനറിൻ്റെ ഉയരേ ബാച്ചാണ്. അപ്പോൾ എൻ്റെ കുട്ടികൾക്ക് നമ്മളുടെ ഉയരേ ബാച്ചിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളായിരിക്കും നിങ്ങളെ വെയിറ്റ് ചെയ്തിരിക്കുന്നത്, അതാണ് മിസ് ഈ ഒരു വീഡിയോയിലൂടെ പറയുന്നത്. അതായത് ഇപ്പം മിസ് പറഞ്ഞു സ്റ്റാർട്ടിങ് മുതലേ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ +1 നിങ്ങൾക്ക് അങ്ങനെ ഒരു പ്രശ്നം പറ്റിയിട്ടുണ്ട്, തുടക്കം മുതൽ പഠിച്ചിട്ടില്ല, റിവിഷൻ ചെയ്യാൻ സമയം കിട്ടിയില്ല, ലാസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടപ്പോൾ കംപ്ലീറ്റ് ബ്ലാങ്കായി, ഒന്നും ഓർമ്മ വന്നില്ല, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് ഒരേ ഒരു സൊല്യൂഷൻ നമ്മൾ ഇനിയുള്ളത് സ്റ്റാർട്ടിങ് മുതലേ പഠിച്ച് പ്രോപ്പറായിട്ടൊരു റിവിഷൻ ടൈം കൊടുക്കുക എന്നുള്ളതാണ്. കാരണം നമ്മൾ നെക്സ്റ്റ് ഇയറിൽ ഇതുപോലെ ലാസ്റ്റിലേക്ക് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊന്നും നടക്കില്ല. കാരണം നിങ്ങൾക്ക് റെക്കോർഡ് വർക്ക് ഉണ്ടാകും, പ്രാക്ടിക്കൽ എക്സാം ഉണ്ടാകും, അതിൻ്റെയൊക്കെ തിരക്കിലായിരിക്കും നിങ്ങൾ. അപ്പോൾ സ്റ്റാർട്ടിങ് മുതലേ പഠിക്കാൻ നമ്മളുടെ എക്സാമിനറിൻ്റെ ഒരേ ബാച്ചിൽ നിങ്ങൾക്ക് ലൈവ് ക്ലാസ്സുകൾ ഉണ്ടാകും. കംപ്ലീറ്റ് ചാപ്റ്റേഴ്സ് നമ്മൾ ലൈവ് ക്ലാസ്സുകളിലൂടെയൊക്കെ ആയിരിക്കും പഠിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് സംശയങ്ങളൊക്കെ നിങ്ങൾക്ക് ലൈവായിട്ട് തന്നെ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ടാകും. അപ്പോൾ അങ്ങനെ ലൈവായിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ എന്താക്കും, ഒരു പേടിയൊന്നും വേണ്ട, ലൈവ് ക്ലാസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ റെക്കോർഡഡ് വീഡിയോ നിങ്ങൾക്ക് ആപ്പിൽ കിട്ടുന്നുണ്ടാകും. ഇനി അതൊന്നുമല്ല, നിങ്ങൾക്ക് ലൈവ് ക്ലാസ് അതിൻ്റെ ഇൻറ്ററാക്ഷൻസ് ഒന്നും താല്പര്യമില്ല, നിങ്ങൾക്ക് നിങ്ങളുടെ സമയത്തിന് നിങ്ങൾക്ക് ലേണിംഗ് വീഡിയോസ് കണ്ട് പഠിക്കാനാണ്. നിങ്ങളിപ്പോൾ +1 നിങ്ങൾ ചെയ്തിട്ടുണ്ടാവും, നമ്മുടെ +1 ഓൾറെഡി പഠിച്ച മക്കൾക്ക് ലേണിംഗ് വീഡിയോസിനെ കുറിച്ച് പരിചയം ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ലേണിംഗ് വീഡിയോസ് കണ്ട് പഠിക്കാനാണ് ആഗ്രഹം, ഓരോ ടോപ്പിക് വൈസ് കണ്ടൻറ്റ് വീഡിയോസാണ് നിങ്ങൾക്ക് ആഗ്രഹം എന്നുണ്ടെങ്കിൽ അതും നമ്മുടെ ആപ്പിൽ നിങ്ങൾക്ക് അവൈലബിൾ ആകും. അപ്പോൾ ലേണിംഗ് വീഡിയോസ് വേണ്ട മക്കൾക്ക് അതും ഉണ്ടാകും, ലൈവ് ക്ലാസ് വേണ്ട മക്കൾക്ക് അതും ഉണ്ടാവും. ഇനി ലൈവ് മിസ്സായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് റെക്കോർഡഡ് വീഡിയോയും കിട്ടുകയും ചെയ്യും. ആൻഡ് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും നോട്ട് നമ്മുടെ ആപ്പിൽ നിങ്ങൾക്ക് ഉണ്ടാവും. ഓക്കെ, ഇനി ഇതൊന്നുമല്ല, നമ്മളിങ്ങനെ പഠിക്കുന്നു, അപ്പം നമുക്ക് എങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരുന്നതെന്ന് അറിയില്ല. ഇപ്പോഴാണെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ സീനിയേഴ്സൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ടാവും ക്വസ്റ്റ്യൻ്റെ പാറ്റേണൊക്കെ മാറുകയാണ്, ക്വസ്റ്റ്യൻ ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയിലാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് മനസ്സിലാക്കാമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒറ്റ കാര്യം ചെയ്യുക, ആദ്യം നമ്മൾ ഈ ലൈവ് ക്ലാസ്സിലൂടെ നമ്മൾ കോൺസെപ്റ്റ് ക്ലിയർ ആക്കുക എന്നുള്ളതാണ്. രണ്ടാമതായിട്ട് ഒത്തിരി ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ നമുക്ക് മനസ്സിലാകും ഒരു ടോപ്പിക്ക് തന്നെ എങ്ങനെയാണ് ഡിഫറെൻ്റ് ആയിട്ട് ചോദിക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് തന്നെ നമുക്ക് അസ്യൂം ചെയ്യാൻ പറ്റും പോസിബിൾ പാറ്റേൺ ഡിഫറൻസ് എന്തൊക്കെയാണ്. അപ്പോൾ ഈ പാറ്റേൺ മാറിയാലൊന്നും നിങ്ങളെ ഇത് ബാധിക്കാതിരിക്കണമെന്നുണ്ടെങ്കിൽ കോൺസെപ്റ്റ് ക്ലിയർ ആക്കുക എന്നുള്ളതാണ്. ഇനി നിങ്ങൾക്ക് കോൺസെപ്റ്റ് ക്ലിയർ ആക്കി നിങ്ങൾക്കൊന്ന് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും അതിൻ്റെ നോട്ട്സും ഉണ്ടാകും. ഇനി നിങ്ങൾക്ക് തന്നെ ഒന്ന് സെൽഫ് അനലൈസ് ചെയ്യാം, നിങ്ങൾ പഠിച്ചതൊക്കെ കറക്റ്റായിട്ടാണോ, നിങ്ങൾക്ക് പഠിച്ചതൊക്കെ എഴുതാൻ പറ്റുന്നുണ്ടോ. ഇനി അതൊന്നും അല്ലെങ്കിൽ കുറച്ച് മക്കൾക്കെങ്കിലും ഈ ഒരു എക്സാം പേടി ഉണ്ടാവും. അതായത് നമ്മൾ ഒട്ടും എക്സാംസ് ഒന്നും എടുക്കാത്തത് കൊണ്ടാണ് നമുക്ക് ഈ എക്സാം പേടി വരുന്നത്. അപ്പോൾ എക്സാം പേടി മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ കുറേ ടെസ്റ്റ് എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ ആപ്പിൽ, നമ്മുടെ ബാച്ചിൽ നിങ്ങൾക്ക് ചാപ്റ്റർ വൈസ് എക്സാം ഉണ്ടാകും. അത് കൂടാതെ നിങ്ങൾക്ക് ഓണപ്പരീക്ഷയ്ക്ക് മുമ്പ്, ക്രിസ്മസ് പരീക്ഷയ്ക്ക് മുമ്പ്, നിങ്ങളുടെ പബ്ലിക് എക്സാമിന് മുമ്പൊക്കെ നമ്മുടെ എക്സാമിനറിൻ്റെ മോഡൽ എക്സാം ഉണ്ടാകും. ആൻഡ് നിങ്ങൾക്ക് എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് വർക്ക്ഷീറ്റ് ഉണ്ടാകും. ഇതൊക്കെ വെച്ച് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുന്നതിലും വളരെ ഈസി ആയിട്ട് നിങ്ങളുടെ +2 ഓക്കെ സ്മൂത്തായിട്ട് തന്നെ പോകും. നിങ്ങൾക്ക് റിവിഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രോപ്പറായിട്ടുള്ള ടൈം കിട്ടും. അതേപോലെ തന്നെ നിങ്ങളുടെ പ്രാക്ടിക്കൽ എക്സാമിനും അതേപോലെ നിങ്ങൾക്ക് റെക്കോർഡ് എഴുത്തിനൊക്കെ നിങ്ങൾക്ക് സമയം ഉണ്ടാകും, നിങ്ങൾ സ്റ്റാർട്ടിങ് മുതലേ പഠിച്ച് നല്ലപോലെ റിവൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ. ഇത് എക്സാമിനറിൻ്റെ കൂടെ ആണെങ്കിൽ നമുക്ക് ഗ്യാരണ്ടി പറയാൻ വേണ്ടി പറ്റും, നിങ്ങൾ ഇത് പ്രോപ്പറായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ 101% നിങ്ങൾക്ക് വളരെ സ്മൂത്തായിട്ട് നിങ്ങളുടെ കാര്യങ്ങൾ പോകുന്നുള്ളത്. അത് നിങ്ങൾക്ക് നമ്മുടെ ഒരേ ബാച്ചിലൂടെ നമ്മുടെ കൂടെ പഠിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്യുക, നമ്മുടെ ബാച്ചിൽ അഡ്മിഷൻ എടുക്കാം. നമുക്കിനി ഒരേ ബാച്ചിൽ കാണാം.